ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മ പുതുക്കി ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ലോക സമാധാനത്തിനും മാനവിക ഐക്യത്തിനുമുള്ള പ്രാർത്ഥനകളോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പള്ളികളിലെത്തി. ബുധനാഴ്ച പുലർച്ചെ മുതൽ രാജ്യത്തെ പ്രധാന പള്ളികൾ വിശ്വാസികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലെ പള്ളികളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സൃഷ്ടാവിനായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെ സ്മരണ പുതുക്കിയാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. UAEക്ക് പുറമെ സൗദി, ഖത്തർ, കുവൈത്ത്, ബഹ്റിൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും രാവിലെ ബലിപെരുന്നാൾ നമസ്കാരം. ത്യാഗ നിമിഷങ്ങൾ ഉറങ്ങുന്ന ഉണരുന്ന സംഭവങ്ങളാണ് ഈ ഈദിനോടുകൂടെ ഓർമ്മിക്കാനുള്ളത്. തൻ്റെ നാട്ടിലെ സമാധാനാന്തരീക്ഷം, നിർഭയമായ സ്വൈര്യമായ ജീവിതം സാധ്യമാവണം എന്നത് ഇന്ന് ആരും ആഗ്രഹിച്ചു പോകുന്ന, ഒരുപാട് സ്വസ്ഥതകളും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ലോകത്ത് പൊതുവെയും ഏത് നാട്ടിലും ഏത് സമൂഹത്തിലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്വൈര്യ ജീവിതത്തിന് ഭീഷണികളുണ്ടാകുന്ന അവസ്ഥകളാണ്, അനുഭവങ്ങളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എന്നും പ്രസക്തമാവുകയും അതിൻ്റെ പ്രാധാന്യം ബോധ്യമാവുകയും ചെയ്യുന്ന വിഷയമാണിത്. സമാധാനമുണ്ടാവണമെന്നത്. സമാധാനം ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ആ സന്ദേശവും ആ ആദർശവും ഉൾക്കൊണ്ട് എല്ലാ വിശ്വാസികളും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പുലർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, നമ്മുടെ ഒരേ താല്പര്യങ്ങളുണ്ടാകും, സ്വാർത്ഥതകളുണ്ടാകും. ആ സ്വാർത്ഥതകളെയും തന്നിഷ്ടങ്ങളെയും ഒക്കെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ അത് ബലി കഴിക്കണം. സ്രഷ്ടാവിൻ്റെ തൃപ്തിയാണ് പ്രധാനം. അതാണ് ഈ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.